വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെരി ഡിഫറെൻറ്റ് റെസിപ്പിയാണ് സിംഗിൾ സെർവ് ചോക്ലേറ്റ് ചിപ്പ് കുക്കി. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജാഗറി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് 1 ടേബിൾ സ്പൂൺ നമ്മൾ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യും. അപ്പോൾ കുറച്ച് ആ ഷുഗർ അതിലേക്ക് മെൽറ്റ് ആവും. മുഴുവൻ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് കടിക്കാനാണ് പീസസ് ഉണ്ടെങ്കിലും അത് നല്ലൊരു ടെക്സ്ചർ ആവും കുക്കിക്ക് വേണ്ടി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇനി 1 പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യും ആൻഡ് 3.5 ടേബിൾ സ്പൂൺ മൈദ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ഡാർക്ക് ചോക്ലേറ്റ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യും. ഇത് അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് 55% ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം നല്ലോണം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ചപ്പാത്തിയുടെ ആട്ട കുഴയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു ബോൾ പോലെ ആക്കിയെടുക്കും, കൈ വെച്ച് കുഴച്ചിട്ട്. ആൻഡ് നമുക്കൊരു ആട്ടയുടെ ബോൾ പോലെ കിട്ടും. ഇതിനകത്ത് ചോക്ലേറ്റ് പീസസ് ഉണ്ട്, അതൊക്കെ നല്ലോണം മെൽറ്റാവും നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത്. ഇതൊരു നല്ല ടേസ്റ്റി കുക്കിയാണ്. നമ്മൾ 250-300 രൂപ കടയിലൊക്കെ കൊടുത്ത് മേടിക്കുന്നതിനെക്കാട്ടിലും ഒരു ടേസ്റ്റി കുക്കിയാണ്. പ്ലീസ് ട്രൈ ചെയ്ത് നോക്കണേ. വേഗമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇനിയൊരു പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മൾ നല്ലോണം ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയ സൈസാക്കി എടുക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബോൾ വെച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട്. ഫുള്ളായിട്ട് ഫ്ലാറ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ അത് ബേക്ക് ആവുമ്പോൾ ഫ്ലാറ്റ് ആവും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ചോപ്പ് ചെയ്തതും നമ്മൾ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി, ഞാൻ പിന്നെയാണ് അത് വെച്ചത്. ഇത് നമ്മൾ ഇനി 160 ഡിഗ്രീസിലേക്ക് 12 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്യാൻ പോവുക. 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് എടുക്കണ്ട. അത് 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റിംഗ് ടൈം കൊടുക്കണം. ആ 5 മിനിറ്റ്സിൽ അത് കുറച്ചും കൂടെ ആ ഹീറ്റിൽ കുക്കാവണം. ഇനി 12 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്ത് 5 മിനിറ്റ്സ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ കുക്കി പെർഫെക്റ്റ്ലി റെഡിയാണ്. ക്രിസ്പാണ് പുറത്ത് ആൻഡ് അകത്ത് നല്ല ചോക്ലേറ്റി ആൻഡ് ഗൂയി. ആൻഡ് ഇത് വളരെ ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് എനിക്ക്. ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വേഗം ആവുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.